ഇതെന്താണെന്ന് അറിയാനുള്ളൊരു കൗതുകം കൊണ്ട് വണ്ടി സൈഡാക്കിയിട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചു. വണ്ടിയിൽ നിന്ന് അങ്ങനെ ഞാനും വാപ്പയും മോനും കൂടി ഇറങ്ങി ഇങ്ങനെ നടന്നു. പക്ഷെ ഉള്ളിലൊരു ചെറിയൊരു ആശങ്കയുണ്ട്, ഇനി വീഡിയോസ് എടുക്കുമ്പം അവർക്ക് എന്തെങ്കിലും തോന്നുന്നോ എന്നുള്ള. വിത്ത് മുളപ്പിക്കും. ആഘോഷമാണോ? ആദ്യം നിന്ന് 2 പേരോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പം അവർ നല്ല കണക്ക് തിരിച്ച് പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു പോസിറ്റീവായി. ഞാൻ വീണ്ടും മുന്നോട്ടേക്ക് നടന്ന് അവിടെ ചെന്ന് നിന്നിട്ടും ഇങ്ങനെ സ്ത്രീകൾ പോകുന്നുണ്ട്, അതിനെപ്പറ്റി ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പം അടുത്ത് നിന്നൊരു ചേച്ചിയോട് ഞാൻ വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ചേച്ചിക്ക് മലയാളം അറിയത്തില്ല, എനിക്ക് തമിഴിൽ ചോദിക്കാൻ എനിക്കും ഭാഷ വലിയ പരിചയമില്ല. ഇങ്ങോട്ടേക്ക് തമിഴ് പറഞ്ഞാൽ മനസ്സിലാക്കാം എന്നുള്ളതല്ലാതെ എനിക്ക് ചോദിക്കാൻ അറിയത്തില്ല. അപ്പം എന്നാലും എനിക്കെൻ്റെ ഉത്തരം കിട്ടണമല്ലോ. വീണ്ടും ഞാൻ അവിടെ തന്നെ നിന്നു, കുറേ നേരം ഇത് നോക്കിക്കൊണ്ട് നിന്നു. ചോദിക്കാൻ പറ്റുന്നവരൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്. ഇത് എന്തുവാ? ഇത് പയറാണോ? പയറ്. ആ ഒരു താളവും പാട്ടും ഒക്കെ കേൾക്കാൻ പ്രത്യേക ഒരു ഇമ്പമുണ്ട്. നമ്മൾ എത്ര നേരം വേണമെങ്കിലും നമുക്കവിടെ നിൽക്കാൻ തന്നെ തോന്നും. പക്ഷെ നമുക്ക് വീണ്ടും മുന്നോട്ടേക്ക് യാത്രയുള്ളത് കൊണ്ട് തന്നെ അധിക സമയം അവിടെ നിൽക്കാൻ പറ്റത്തുമില്ല. അപ്പോൾ വീണ്ടും ഞാൻ അടുത്ത് നിന്ന ഒരു മാമനോട് വീണ്ടും ഞാൻ ചോദിക്കുന്നുണ്ട് എന്താണെന്ന്. അപ്പം ഇതുപോലെ ഇനി മലയാളം മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കും തല ഇങ്ങനെ ആട്ടുന്നതേ ഉള്ളൂ, ഞാൻ മാത്രം ഇങ്ങനെ മിണ്ടുന്നുണ്ട്. അപ്പം ഉത്തരം കിട്ടിയില്ല. എന്തായാലും ഇത് കിട്ടുന്നവരെ ഇത് കിട്ടിയിട്ടേ പോകുന്നുള്ള രീതിയിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി വീണ്ടും ഞാൻ അവിടെ തന്നെ നിന്നു. ഇതൊരു അമ്പലമാണെന്ന് മനസ്സിലായി. ബാക്കി എന്തായാലും ആരെങ്കിലും പറയാതിരിക്കൂലല്ലോ. അപ്പം ഞാൻ എന്തായാലും ചോദ്യം നിർത്തിയില്ല, അടുത്തുള്ളവരോടെല്ലാം വീണ്ടും ചോദിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ വീണ്ടും അവസാനം ഒരു ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി നന്നായിട്ട് പറയുന്നുണ്ട്. നടാൻ കൊണ്ടുപോകണോ? ഇവിടുന്ന് കൊണ്ടുപോകും പാടത്തേക്കോ? எடுத்து அப்படியே ஊர் சுற்றி வருவாங்க. சுற்றி வந்து கோயிலில் கொண்டு வந்து இறக்கிட்டு நாளைக்கு தான் இருக்கும். പാടത്ത് കൊണ്ട് നടും. ഞാൻ കേരളത്തിൽ നിന്ന് വരുന്നു. ഇത് ഭംഗി കണ്ട കേരളം വരുന്നു. കൊല്ലം അറിയോ? കൊല്ലം പുനലൂര് അവിടുന്ന് അങ്ങോട്ട് പോണം. ജഡായു ചേച്ചി നന്നായിട്ട് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ അവിടെ തന്നെ നിന്നിട്ട് കുറച്ചു നേരം അതൊക്കെ നോക്കിയിട്ട് വീണ്ടും ഇനി എന്തെങ്കിലും ചോദിക്കാലോ എന്ന് വിചാരിച്ച് നിന്നു. ഇത് മുളപ്പിക്കുന്ന എവിടുന്നാ? போன வாரம் செவ்வாய்க்கிழமை போட்டிருக்காங்க. ஒரு வாரம் ஃபுல்லாக டெய்லி புளி அடிச்சு தண்ணி கொண்டு வந்து தெளிப்பாங்க. എനിക്കറിയാവുള്ള കാര്യങ്ങൾ ഈ ചേച്ചിമാരെല്ലാം പറഞ്ഞു തന്നു. പിന്നെ എന്താ പറയുക, നല്ല പ്രതികരണമായിരുന്നു അവരുടെ ഭാഗത്ത് നിന്ന്. അപ്പം എന്താ വീട്ടിൽ വെച്ച് തന്നെ ഇത് തൈകളാക്കിയതിന് ശേഷം അമ്പലത്തിലെ എല്ലാ ആളുകളും കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരും അമ്പലത്തിൽ കൊണ്ടുവന്ന് പൂജിച്ചതിന് ശേഷം സ്ത്രീകളുടെ തലയിൽ ചുമന്ന് ഇത് ഊര് മുഴുവനായിട്ട് ചുറ്റിയതിന് ശേഷമാണ് പാടത്ത് കൊണ്ടുപോയി നടുന്നത്. ഈ അമ്പലത്തിൽ മാത്രമേ ഉള്ളൂ? അത് എല്ലാ അമ്പലത്തിലും ഉണ്ടോ? എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇനി മുന്നോട്ടുള്ള യാത്രയിലാണ് വീണ്ടും. അപ്പോൾ പോകുന്ന വഴി ഒരുപാട് പുഴകളും മരങ്ങളും മലകളും ഒക്കെ നല്ല ഭംഗിക്ക് തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ യാതൊരു വിധമായിട്ടുള്ള പ്ലാസ്റ്റിക്കുകളും ഒന്നും പുഴയിൽ മലിനമായിട്ടില്ല. എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ അവർ സൂക്ഷിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും അത്ഭുതം എന്ന് പറയുമ്പം ഉള്ളത്. പിന്നെ പാടങ്ങളൊക്കെയും എന്താ പറയുക, ഒരു കൃഷിയും കാണാൻ പറ്റുന്നില്ല. ഒന്നും കൃഷികളായിട്ടൊന്നും കാണുന്നില്ല. സാധാരണഗതിയിൽ എല്ലാവരും തെങ്കാശിയിൽ വരുമ്പോൾ ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നേരെ മറിച്ച് ഉഴുതിട്ടേക്കുന്നതേ ഉള്ളൂ. ഈ കാണുന്ന കണക്ക് പാടങ്ങളെല്ലാം ഉഴുതു മറിച്ചിട്ടേക്കുവാണ്. ഒന്നിനും കൃഷികളൊന്നുമില്ല. മാത്രമല്ല നമ്മൾ നേരത്തെ കണ്ട കണക്ക് അമ്പലത്തിലൊക്കെ പൂജകൾ നടക്കുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ അവർ എന്തുമാത്രം ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ ഒരു കൃഷി ചെയ്യുന്നത് പോരാഞ്ഞിട്ട് അവർ ഊര് മുഴുവനായിട്ട് ഇത് കൊണ്ട് നടന്ന് ചുറ്റി വന്നതിന് ശേഷമാണ് പാടത്ത് ഇത് നടുന്നത്. അപ്പം വഴിയിൽ കണ്ട ഒരു പാടത്ത് നമ്മൾ വണ്ടി നിർത്തുകയും ഒരുപാട് പശുക്കളെയും
എരുമകളെയും പോത്തിനെയും ആടിനെയൊക്കെ കണ്ടപ്പം മോന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ വണ്ടി നിർത്തി. നല്ല ഒരു കാറ്റൊക്കെ ഉണ്ട്, വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഒട്ടും ചൂടില്ല. പക്ഷേ കൃഷി ഒന്നുമില്ലാതെ പാടങ്ങളെല്ലാം ഈ കാണുന്ന കണക്ക് കിടക്കുവാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ അവർ ഇനി നമ്മുടെ നാട്ടിലൊക്കെ പച്ചക്കറി എത്തുമ്പോൾ നമ്മൾ അറിയുന്നില്ലല്ലോ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് റിസ്ക് ഇവർ എടുക്കുന്നുണ്ടെന്ന്. നമ്മൾ വിചാരിക്കും പാടത്ത് നേരിട്ട് കൊണ്ടുപോയി ഇതുപോലെ നട്ടു വെക്കുവാണെന്ന്. അപ്പോൾ അവരങ്ങനെ അല്ല ചെയ്യുന്നതെന്ന് നമ്മൾ ഈ യാത്രയിലൂടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ പറ്റി. അവർ ഇതുപോലെ ഓരോ പ്രദേശത്തും അമ്പലങ്ങളിൽ പൂജ നടത്തിയിട്ട് കൊണ്ടുവന്നിട്ടാണ് പിന്നെ തൈകൾ പാടത്ത് നടുന്നത്. അതാണ് നമ്മുടെ കേരളത്തിലേക്കൊക്കെ പച്ചക്കറിയായിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു പക്ഷേ അവർക്ക് നമുക്ക് തന്നെ നടാൻ തന്നെ നമുക്ക് മടിയാണ്. പക്ഷെ ഒന്നും ആലോചിച്ച് നോക്കൂ, സ്ത്രീകൾ ഇതൊക്കെ ചുമന്നിങ്ങനെ ഊര് മുഴുവൻ നടക്കുന്ന കാര്യങ്ങളൊക്കെ, എന്നിട്ടാണ് അവർ റിസ്ക് എടുത്ത് വീണ്ടും ഇതൊക്കെ ചെയ്യുന്നത്. ചിലപ്പോൾ അവർക്കിതൊക്കെ അവരുടെ വിശ്വാസമാണ്, അവർക്കിതൊരു സന്തോഷമായിരിക്കും. എന്നാലും സമ്മതിക്കണമല്ലോ ശരിക്കും അവരോട്. ഇങ്ങനെയൊക്കെ അവർ ഇത്രയൊക്കെ ആണല്ലോ അവർ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ വെറും കൃഷി മാത്രം ഇങ്ങനെ കണ്ടിട്ട് പോകുന്നതിൻ്റെ പിന്നിൽ ഇങ്ങനെയും കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചല്ലോ. രണ്ടു പേരവിടെ നിൽക്കുന്ന കണ്ടപ്പം അങ്ങോട്ടേക്ക് പോയി കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവരുടെ ആണോ ഈ പശുക്കളെന്ന് ചോദിച്ചു. അപ്പോൾ അവർ മാമനും മരുമോനും ആണെന്ന് പറഞ്ഞു. ഞങ്ങളുടെ തന്നെയാണ് ഈ പശുക്കൾ ഇതെല്ലാം എന്നൊക്കെ എന്നോടിങ്ങനെ പറയുന്നുണ്ട്. എരുമ പാല്. വീട്ടില് വലിയ ഇതുണ്ടോ ഇങ്ങനെ വലിയ ഇടം? ഇതിന് വെള്ളം ഉണ്ടോ? തണ്ണി അങ്ങ് കുളത്തിലുണ്ട്. ഇതിനെത്ര രൂപ? ഇത് ഒന്നും ചെയ്യൂലല്ലോ. വാ പോകുന്നില്ല. ഞാനോ പാവം തലേ തടയ്ക്കു, തലേ തട കയറുന്ന അവൻ ഓടും എന്തോ, അവന് ബാലൻസ് കിട്ടൂല. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടപ്പോ തോന്നും നല്ല ചൂടായിരിക്കും, ഇറങ്ങാൻ തോന്നൂല, അത്രയും വെയിലായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ നല്ല കാറ്റും ഉണ്ട്, ഒന്നും വിഷയമേ ഇല്ല. എനിക്ക് തോന്നുന്നൊരു വൈകിട്ട് സമയമായത് കൊണ്ടായിരിക്കും. എന്താ എങ്ങനെയാണ് ഇത്? അതായത് എനിക്ക് തമിഴ് അധികം മനസ്സിലാവില്ല, എന്നാലും വാപ്പയൊക്കെ പറഞ്ഞു വെച്ച് മനസ്സിലാവുന്നത് കേൾക്കുമ്പോ നമുക്ക് കുറച്ച് മനസ്സിലാവും. അപ്പം ഈ കൂടെയുള്ള ഈ ഒരു കുഞ്ഞു പട്ടിക്കുട്ടിയെ കണ്ടില്ലേ, ആ പട്ടിയാണെങ്കിൽ കൂട്ടം തെറ്റിപ്പോണ എല്ലാത്തിനെയും ഇങ്ങനെ കൂട്ടി കൊണ്ടുവരും. ആട്ടുകുട്ടിയുടെ കൂടെ ഓടുക. അത് ചിന്ന കുട്ടിയാണെന്ന്. ഇത് വിൽക്കാനും കൂടെ അവര് വിൽക്കാനും പാലും ഒക്കെ എടുക്കുന്നുണ്ട് ഇതിന്റെ. ഇത് കൂടെ നിക്കോളന്ന്. ഇത് ഭയങ്കര ചെല്ലമാണെന്ന് കണ്ടാ നമ്മള് എത്ര സന്തോഷം. നമ്മള് വീട്ടിലുള്ള നമ്മൾ അറിയുന്നോ ഇങ്ങനെ കൊറേ കാര്യങ്ങള്, നല്ല ഭംഗിയും. അയ്യോ തടയി കൊടുക്കാം. അപ്പൂപ്പനോട് പറ സൂപ്പർ എന്ന്. പാവമെന്ന് പറഞ്ഞു ഞാനും. പാവം.
അണിയാണ്ട് എന്റെ കുട്ടിയെ കണ്ടല്ല 5 രൂപ ചുമതാണ് അവർ 5000 കൊടുത്തിട്ട് ഇങ്ങനെ വെച്ച് മാത്തിനാടി വേണ്ടമ്മാ പിന്നെ 500 കയ്യിലോട്ട് അത് 100 നാളേക്ക് വേണം ഇത് മിക്കാറും കൊണ്ടുപോകണ ലക്ഷണം ഞാൻ കാണുന്നു. നെഹ്യാനുവിന് നല്ല ഇഷ്ടമായി ആട്ടിൻകുട്ടിയൊക്കെ, ഭയങ്കര ഇഷ്ടമായി. മാത്രമല്ല അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ പാടത്തൊക്കെ ഇങ്ങനെ നടക്കുന്നതും ആട്ടിൻകുട്ടി ഇങ്ങനെ ഈ ഒരു കയറിട്ട് പിടിച്ച് അവന് ഭയങ്കര സന്തോഷം. അത് കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷം. ഞാൻ വിചാരിച്ചു മിക്കവാറും ഇതിനെ കാറിൽ കൊണ്ടുപോകേണ്ടി നമ്മൾ വരുമെന്നുള്ളത്. ഒരുവിധം പിന്നെ വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, അവന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നെ ആ അപ്പൂപ്പൻ ഇങ്ങനെ പറയുവാണ്, ഇതുപോലെ ഒരു കുളന്ത കാറിൽ ഇങ്ങനെ പോയപ്പം ഇവിടെ നിർത്തി എൻ്റെ കയ്യിലിരുന്ന ഒരു ആട്ടിൻകുട്ടി അവസാനം കാറിൽ വെച്ചുകൊണ്ട് പോയി എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവൻ അതിനെയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. വീട് എവിടെയാണ് ഉപ്പോ? വീട് എവിടെയാ? വീട് കോവിലിന്റെ അവിടെ. അങ്ങനെ മോനാണെങ്കിൽ ആട്ടിൻകുട്ടിയുടെ പുറകെ ഇങ്ങനെ നടക്കുവാണ്. നമുക്കിനി തിരിച്ച് തെങ്കാശി ടൗണിലേക്ക് പോകണം. അപ്പം എന്താ ആ അപ്പൂപ്പൻ പറയുന്നത് നിങ്ങൾ ആട്ടിൻകുട്ടിയെ കൊണ്ടുപോക്കോ എന്നൊക്കെയാണ്. അപ്പോൾ നമുക്കിപ്പം വേണ്ടല്ലോ. അപ്പോൾ എന്തായാലും കുഞ്ഞു മക്കളെയൊക്കെ കൊണ്ട് നമുക്ക് കാണാൻ പറ്റിയ ഒരു കാഴ്ചകൾ തന്നെയാണ്. അവരും അറിയട്ടെ ഇങ്ങനൊരു ലോകം ഉണ്ടെന്നും. ഒന്ന് ശരിക്കും പറഞ്ഞാൽ അവന് നല്ല സന്തോഷമായി ഈ പാടത്തൂടെയൊക്കെ ഇങ്ങനെ നടന്നും. നല്ല അവന് ഈ യാത്ര കഴിഞ്ഞ് വന്നപ്പം തന്നെ അതിനെപ്പറ്റി പറയാനായിരുന്നു കൂടുതൽ ഇഷ്ടമൊക്കെ. അപ്പം ശരിക്കും പറഞ്ഞാൽ മക്കളെ നമ്മൾ പുറത്തൊരു ലോകം ഉണ്ടെന്നും ഒക്കെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കുറേ, എനിക്ക് തോന്നുന്നു എല്ലാ പേരൻസും ഇതുപോലെ യാത്രകൾ നടത്തണമെന്നാണ്. അവരെയും കൂടി അവർക്ക് പറ്റുന്ന രീതിയിൽ അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള യാത്രകളാണ് ഇത്. കൂടുതൽ പ്രകൃതി എന്താണെന്നും ജീവജാലങ്ങളെയൊക്കെ നേരിട്ട് അറിയാനും മനുഷ്യരെ മനസ്സിലാക്കാനും ഒക്കെ ഈ യാത്രകൾ സഹായിക്കും.